ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയുന്നത് വൈദ്യുത പവർ പ്രേക്ഷണത്തിലെ രണ്ട് പ്രശ്നങ്ങളാണ്. പവർ ട്രാൻസ്മിഷനിൽ രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ് താഴ്ച, രണ്ട് താപരൂപത്തിൽ ഊർജം നഷ്ടം സംഭവിക്കുക. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് ലോസ് ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കറിയാം ജൂൾ നിയമം അറിയാം. ജൂൾ നിയമം എന്താണ്? ജൂൾസ് ലോ എന്ന് പറയുന്നത് H=I²RT ആണ്. അതായത് ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ താപമുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? I²RT ആണ്. അതായത് അതിലൂടെ പോകുന്ന കറണ്ടിനും ആ ചാലകത്തിന്റെ പ്രതിരോധത്തിനും സമയത്തിനും പ്രൊപ്പോർഷണലായിരിക്കും, സമയത്തിനും അനുപാതികമായിട്ടായിരിക്കും. അതായത് കറണ്ട് കൂടിയാൽ കറണ്ടാണ്, കറണ്ട് കൂടിയാൽ താപം കൂടും, പ്രതിരോധം കൂടിയാൽ താപം കൂടും, സമയം കൂടിയാൽ താപം കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുക, കറണ്ട് കൂടുക, ടൈം കൂടുക, ഇത് മൂന്നും കൂടിയാലും ഹീറ്റ് കൂടും. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഹീറ്റ് ഉണ്ടാവുന്നു. ഇത് നമുക്ക് ഇല്ലാതാക്കണം. അതിനെന്ത് ചെയ്യണം? രണ്ട് മാർഗം. ഒന്ന് കറണ്ട് കുറയ്ക്കുക, I കുറച്ചാൽ മതിയല്ലോ, ഹീറ്റ് കുറയും. റെസിസ്റ്റൻസ് കുറച്ചാലും ഹീറ്റ് കുറയും, പ്രതിരോധം കുറച്ചാലും ഹീറ്റ് കുറയും. അപ്പൊ നമുക്ക് ദൂരത്തേക്ക് പവർ പ്രേക്ഷണം ചെയ്യുമ്പോൾ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതിരോധം കുറച്ചേക്കാം എന്ന് വിചാരിക്കണം. പ്രതിരോധം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ചാലകങ്ങളുടെ വണ്ണം കൂട്ടുക, കണ്ടക്ടറിന്റെ വണ്ണം കൂട്ടുക. അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടുക, കണ്ടക്ടേഴ്സിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എന്താണ്? ഇത്രയും വലിയ ചാലകങ്ങൾ താങ്ങി നിർത്തുവാനുള്ള പോളുകൾ വേണം, പോസ്റ്റുകൾ വേണം. ഇത്രയും വലിയ ലൈനുകൾ വലിച്ചുകൊണ്ട് പോകുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നടക്കുന്ന കാര്യമാണ് അല്ല, അത് പ്രാക്ടിക്കൽ അല്ല, അത് പ്രായോഗികം അല്ല. അപ്പോൾ അതിന്റെ ഛേദതല വിസ്തീർണം, ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടുക, വണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പ്രതിരോധം കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത എന്താണ്? കറണ്ട് കുറയ്ക്കുക. ഈ കറണ്ട് കുറയ്ക്കുക, കറണ്ടും കുറയ്ക്കുക. അപ്പൊ താപവും കുറയും അല്ലെ? അപ്പൊ കറണ്ട് കുറയ്ക്കുക. കറണ്ട് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവം? കറണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? പവർ കുറയും, വൈദ്യുത പവർ കുറയും. എങ്ങനെയാണ്? P=VI എന്നല്ലേ? അപ്പോൾ കറണ്ട് കുറയുമ്പോൾ എന്താണ്? ഈ പവറും കുറയും. കറണ്ട് കുറയുമ്പോൾ പവർ കുറയും. അതും പറ്റില്ല. അപ്പൊ രണ്ടും നടക്കില്ല. എന്താണ്? ചാലകത്തിന്റെ പ്രതിരോധം കുറയ്ക്കുവാനായി വണ്ണമുള്ള കമ്പികൾ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെയോ കറണ്ട് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഈ ഹീറ്റ് പുറത്തേക്ക് അധികം പോകാതെ നമ്മൾ സംരക്ഷിക്കും? അതിനാണ് ഈ ഫോർമുല P=VI. കണ്ടോ? P=VI. അതായത് കറണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ, കറണ്ട് സ്ഥിരമായിട്ട് ഇരിക്കട്ടെ. വോൾട്ടേജ് കൂട്ടുക, അപ്പൊ പവർ കൂടും. വോൾട്ടേജ് കൂട്ടുക, അപ്പൊ പവർ കൂടും. അപ്പൊ വോൾട്ടേജ് കൂട്ടിയാൽ പവർ കൂടിക്കോളും. അപ്പൊ എളുപ്പ വഴിയാണ് P=VI എന്ന ഫോർമുല അനുസരിച്ച് വോൾട്ടേജ് കൂട്ടിയാൽ മതി. ഉയർന്ന വോൾട്ടേജിൽ കറണ്ട് വൈദ്യുതി പ്രേക്ഷണം ചെയ്താൽ മതി. അപ്പൊ എന്താണ്? പവർ കൂടിക്കോളും. അപ്പൊ കറണ്ട് കുറഞ്ഞോളും. അപ്പൊ കറണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ആ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇത്രയും മനസ്സിലാക്കാൻ പറഞ്ഞാണ്. ഇനി ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്നത് എങ്ങനെയാണെന്നല്ലേ? മലയാളം എഴുത്തിന് ഉത്തരം എഴുതുന്നത് ഞാൻ പറയാം. വൈദ്യുത പവർ പ്രേഷണത്തിലെ രണ്ട് പ്രശ്നങ്ങൾ വോൾട്ടേജ് താഴ്ചയും താപരൂപത്തിൽ ഊർജം നഷ്ടപ്പെടുന്നതുമാണ്. മനസ്സിലായല്ലോ? ഇനി H=I²RT എന്ന ജൂൾ നിയമം അനുസരിച്ച് കറണ്ട് കുറച്ചാൽ താപം കുറയും, എന്നാൽ കറണ്ട് കുറച്ചാൽ പവർ കുറയും, വൈദ്യുതി പവർ കുറയും. ഇനി പ്രതിരോധം കുറച്ചാൽ താപം കുറയും. പ്രതിരോധം കുറയ്ക്കുവാനായി വണ്ണമുള്ള കമ്പികൾ ഉപയോഗിക്കണം. ഇതിന് വലിയ പോസ്റ്റുകളും പോസ്റ്റുകളുടെ എണ്ണവും കൂട്ടണം. ഇത് പ്രായോഗികം അല്ല. ഇതിന് പരിഹാരമായി P=VI എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയാൽ, ഉയർന്ന വോൾട്ടേജിൽ പവർ പ്രേക്ഷണം ചെയ്താൽ കറണ്ട് കുറവ് മതി. അപ്പോൾ പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കുറയുന്നു, അതിന്റെ ഫലമായി ഊർജ്ജനഷ്ടവും കുറയുന്നു. കണ്ടോ? കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലോ, ദി ടു പ്രോബ്ലംസ് ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് പവർ ആർ വൺ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് Second, the loss of energy in the form of heat.
to decrease the loss as heat, according to the equation H equals I square RT, we have to reduce the current. But if we reduce the current, power decreases. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? We can reduce the resistance by decreasing the cross-sectional area, of the conductor. It is not practical. According to the equation P equals VI, we can transmit power at a low current by increasing high voltage. According to the equation P equals VI, we can transmit without power loss if we increase the voltage. അപ്പോൾ ഹയർ വോൾട്ടേജിൽ നമുക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് രൂപത്തിലുള്ള പവർ ലോസ് നമുക്ക് കുറയ്ക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കാണാതെ പറയാൻ സാധിക്കും. എന്നിട്ട് എഴുതുക ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും. ഈ രണ്ട് ഇക്വേഷൻസ് പറയണം. H equals I square RT എന്ന ഇക്വേഷൻ, ജൂൾസ് ഇക്വേഷൻ അനുസരിച്ചാണ് കറണ്ട് താപ രൂപത്തിൽ നഷ്ടപ്പെടുന്നത്. P equals VI എന്ന് പറയുന്ന ഇക്വേഷനാണ് അതിന്റെ പരിഹാരം. എന്താണ്? കുറഞ്ഞ കറണ്ട് ആണെങ്കിലും പവർ നഷ്ടമില്ലാതെ കുറഞ്ഞ കറണ്ടിൽ വോൾട്ടേജ് കൂട്ടിയാൽ മതി, കറണ്ട് കുറയ്ക്കുക, അപ്പൊ പവർ കുറയും. ഇപ്പൊ ഇത് 10 ആണെന്നിരിക്കട്ടെ. 5 × 2 ആണല്ലോ 10. ഞാൻ കറണ്ട് 1 ആക്കി. അപ്പൊ ഇത് 10 ആക്കിയാൽ പോരെ? കണ്ടോ? അപ്പൊ 10 ആയില്ലേ? 10 = 10. അങ്ങനെയാണ് കറണ്ട് കുറയ്ക്കുക, വോൾട്ടേജ് കൂട്ടുക. അപ്പൊ പവർ അത് തന്നെയായിരിക്കും. പവർ ലോസ് ഇല്ലാതെ കറണ്ട് കുറയ്ക്കുക, വോൾട്ടേജ് കൂട്ടുക. പവർ ലോസ് ഇല്ലാതെ നമുക്ക് പ്രേഷണം ചെയ്യാൻ കഴിയും. P equals VI ആണ്. കറന്റ് കുറച്ചാൽ വോൾട്ടേജ് കൂട്ടിയാൽ മതി. അപ്പൊ കറന്റ് കുറച്ചാൽ ഹീറ്റ് കുറയും. വോൾട്ടേജ് കൂട്ടിയാലോ പവറിന് വ്യത്യാസവുമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ കാര്യം. 5 × 2 അവിടെ കറണ്ട് ഞാൻ കുറച്ചു 1 ആക്കി, വോൾട്ടേജ് കൂട്ടി 10 ആക്കി. അപ്പൊ ഈ റേഞ്ച് 10 10 പവർ ഒന്ന് തന്നെ. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എഴുതാവുന്നതേ